മക്കളെ, മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു കേട്ടിട്ടുണ്ടോ? അതായത് ശരിയായ മാർഗത്തിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഏത് മാർഗത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വഴികളാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ മുന്നോട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗത്തിലൂടെ നിങ്ങൾ അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നല്ല സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ടൈം ടേബിളിനെ കുറിച്ചാണ്. അതായത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഏറ്റവും മികച്ച ടൈം ടേബിളിൽ മാത്രമേ ഏറ്റവും മികച്ച മാർക്കിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ അത്രയും ബെസ്റ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ബെസ്റ്റായിട്ടുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്, വെറും 3 കാര്യങ്ങളാണ് മിസ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ കുട്ടി അല്ലെങ്കിൽ ഇവൻ നന്നായി പഠിക്കുന്നു അല്ലെങ്കിൽ ഇവൾ നന്നായി പഠിക്കുന്നു, അപ്പോൾ അവൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഞാനും ചെയ്യും, അവളോട് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അവൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ടൈം ടേബിൾ ഫോളോ ചെയ്യാം എന്നൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതായത് മറ്റുള്ളവരുടെ ടൈം ടേബിൾ ആവരുത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളൊക്കെ എല്ലാവരും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്, നിങ്ങളുടെ കാലിബർ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് ഏത് സമയത്ത് പഠിക്കുന്നതാണ് നല്ലത്, ഏത് സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്, അത് മറ്റു കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം തമ്മിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേതായ രീതിയിലുള്ള ടൈം ടേബിൾ മാത്രമായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. റെഫറൻസ് ഒക്കെ എടുക്കാം, അതായത് ജസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ അങ്ങനെയുള്ള രീതിയിലുള്ള സൈക്കോളജിക്കൽ ലെവലിലൊക്കെ ഉള്ള അതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റഡി ടിപ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അല്ലാതെ ഒരിക്കലും മറ്റൊരാളെ അങ്ങനെ തന്നെ ഈച്ചക്കോപ്പി ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ആകരുത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നായിരിക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കൃത്യമായ ഇൻ്റർവെൽസ്, അതായത് റെസ്റ്റ് എടുക്കാനുള്ള ഇൻ്റർവെൽസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഒരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. നിങ്ങൾ എത്ര സമയം റെസ്റ്റ് എടുക്കുന്നു, എത്രമാത്രം നിങ്ങൾ ഉറങ്ങുന്നു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റെസ്റ്റ് എടുക്കാതെ പഠിക്കണം എന്നല്ല. അപ്പോൾ നിങ്ങൾ ഇഫക്റ്റീവായ ഒരു ലെഷർ ടൈം അല്ലെങ്കിൽ കറക്റ്റായിട്ട് സ്ലീപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എന്നൊക്കെ നിങ്ങളുടെ ടൈം ടേബിളിനെ ബാധിക്കേണ്ട കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര തവണ റിവിഷന് ടൈം അവിടെ കൊടുക്കുന്നു നിങ്ങളുടെ ടൈം ടേബിളിൽ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പഠിച്ച് പോകുന്നു, ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു, ഓരോ വർക്ക്ഷീറ്റ് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെയല്ല. നിങ്ങൾ ഒരു തവണ പഠിച്ചതെല്ലാം മൈൻഡിൽ ഒറ്റ അടിക്ക് ഫീഡാവാൻ എന്നേക്കുമായിട്ട് മാഞ്ഞു പോകാതെ നിങ്ങളുടെ ബ്രെയിനിൽ ഒരിക്കലും ഫീഡാവില്ല. നമ്മളാരും ചിട്ടി റോബോട്ട്സ് അല്ല, നമ്മൾ റോബോട്ട്സേ അല്ല, മനുഷ്യരാണ്, മറന്നു പോകും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഫീഡ് ആവണമെങ്കിൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അതിനെ റിവൈസ് ചെയ്താൽ മാത്രമേ പെർമനൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ആവുള്ളൂ. അതുകൊണ്ട് ടൈം ടേബിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ റിവിഷൻ എത്ര സമയം ഇടവിട്ടാണ് റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത്. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയെടുത്താൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടാനും പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ ടിപ്സൊക്കെ വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പഠിച്ചു തുടങ്ങുക.